Question number 7. Question എടുത്തിരിക്കുന്നത് Chemical Kinetics എന്നുള്ള chapter. Topic is Integrated Rate Equation. Okay. An organic compound undergoes first order decomposition. The time taken for the decomposition to 1/8 and 1/10 of its initial concentrations are T1/8 and T110 respectively. What is the value of T1/8 by T110 into 10? നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. റെഡി അല്ലേ? ഓക്കെ. സി നമുക്കറിയാം റേറ്റ് ഇക്വേഷൻ അനുസരിച്ച് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ടി ഈസ് ഈക്വൽ ടു 1/k ln R0/R അല്ലേ? അപ്പോൾ നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത് T1/8 ആണ്. അപ്പോൾ T1/8 ഈസ് ഈക്വൽ ടു 1/k ln R0/1/8 of R0 and this is equal to R0യും ക്യാൻസൽ ആകുമ്പോൾ 1/k ln 8 എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു R0യും ക്യാൻസൽ ആവല്ലോ 1/k ln 8. T110 is equal to 1/k ln R0/1/10 of R0. R0യും ക്യാൻസൽ ആകുമ്പോൾ 1/k ln 10 എന്ന് കിട്ടും. ഈ രണ്ടിൻ്റെ റേഷ്യോ എടുത്തിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ റേഷ്യോ എടുക്കുന്ന സമയത്ത് T of 1/8 by T of 1/10 is equal to ഒന്ന് ആലോചിച്ച് നോക്കി. 1/kയും 1/kയും ക്യാൻസൽ ആകും. ഇനി അതിൽ എന്താ ബാക്കിയുള്ളത്? ln 8 by ln 10. അപ്പം എന്തായാലും LOG ലോഗിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും. സോ T1/8 by നമുക്ക് അപ്പുറത്തെ പേജിൽ എഴുതാം. T1/8 by T of 110 is equal to log 8 by log 10. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ 2.303 എടുത്താൽ അത് ക്യാൻസലായി പോകുന്നുള്ളതുകൊണ്ട് ഞാനത് എടുക്കാത്ത കേട്ടോ. 2.303 എടുത്താലും ക്യാൻസലായി പോകുമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ. സോ ദിസ് ഈസ് ഈക്വൽ ടു log 8 ഓൺലി. കാരണം log 10 എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു log 2 ക്യൂബ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 times log 2. That is equal to 3 into 0.3010. അല്ലേ? And that means T1/8 by T110 എന്ന് പറയുന്നത് 0.9 എന്ന് കിട്ടും. LHSും RHSും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടൂടാ? T1/8 by T110 into 10 is equal to 0.9 into 10 is 9 only. So answer 9 എന്നാ കിട്ടുക നമുക്ക് അല്ലേ? Option 1 is the right answer. Nice.